21 അയ്യോ കൂലി നമ്മുടെ ഇവിടെ കഴിഞ്ഞ എത്രാന്ന് നിനക്കറിയാവോ? എടാ ഇതിപ്പോ എല്ലാം ഒക്കെ 24 നിനക്ക് വെച്ച് തരാം. നീ എന്ത് ഇത് എനിക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇല്ലടാ. എടാ എന്റേത് കേട്ടാ ഭയങ്കര സ്ലോ ആളിയാ. ഞാൻ ഇവിടെ സ്ക്രീൻ ഷെയർ വല്ല ഇട്ടിരിക്കണ. അല്ല 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 എന്റെ ആയി കേട്ടോ. അല്ല ലോറയുടെ ഇനി നാളെ രാവിലെ ഓൾറെഡി നിങ്ങൾ വന്നാ മതി. ജിപേ സ്ക്രീനിലുണ്ട്, എല്ലായിടത്തും ഉണ്ട് ജിപേ. ഇടയ്ക്കിടയ്ക്ക് ഡയറക്റ്റ് ഇട്ടും തരും. വൺ ഓഫ് ദി ബെസ്റ്റ് നെറ്റ്വർക്ക് ഇൻ ഫോറസ്റ്റ്. എടീ കാട്ടുവാസിയാണോ നീ ലോറെ? എന്തേ പോടാ താങ്ക് യു. എന്തോ കറത്തി കിട്ടിയാടാ, കറത്തി കിട്ടി. എന്ത് താങ്ക് യു? എന്ത് താങ്ക് യു? എന്ത് താങ്ക് യു? എന്ത് താങ്ക് യു? താങ്ക് യു പറ. ആ താങ്ക് യു എന്താ കാര്യം പറ. കാര്യം പറ ലൈവില് ലോറ. അല്ല താങ്ക് യു പറ. സഭ ആരോ ഫണ്ട് അയച്ച് എന്താ കിട്ടിയല്ലോ എന്തോ ലോറ പറ. ലോറ അത് ലൈവില് പറയാത്ത മടിയെന്താ? അല്ല ശ്രീനാഥ ബ്രോ എനിക്ക് ഗെയിം ഒക്കെ പൈസ ഇട്ടു. അതാ പറഞ്ഞു. അത് ഗെയിം മേടിച്ചല്ലോ. തിരിച്ചിട്ടോട് ഗെയിം കിട്ടിയില്ലേ വിതുംബ്രോ താങ്ക് യു സോ മച്ച് ഫോർ വിത്ത് സൂപ്പർ ചാറ്റ്. വിതുംബ്രോ താങ്ക് യു സോ മച്ച് അഗൈൻ ഫോർ വിത്ത് സൂപ്പർ ചാറ്റ്. ഉമ്മ ലോറ എനിക്ക് മേടിച്ചു തരുമോ? ആ എടാ ഗോഡ് ഓഫ് ഷിവബ്രോ ആണ് അയച്ചത്. ഓക്കെ 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 ഓക്കെ. ആ നമ്മുടെ ഗോഡ് ഓഫ് ഷിവബ്രോ ആണല്ലോ അയച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. അയച്ചതാ എടാ നീ എന്തിനാടാ ഇതിന്റെ പാവം പിടിച്ചാടാ? എടാ അത് അതിന്റെ ബാലൻസ് പൂജാക്കിക്കൊണ്ട് അത് കൊണ്ടുവന്നേ. വേഗം അവൾ അയച്ചു തരും. അങ്ങനത്തെ ഒരാളാണ് കൺഫേം. എന്നാ എനിക്ക് അയച്ചാ എനിക്കില്ല ഓറ. അയച്ച് ലോറ നിനക്ക് ഭ്രാന്താണ് ലോറ. ആ പുള്ളി അറിയാൻ നിന്നെ ഇട്ടുകൊടുത്തേ. പുള്ളി ചാറ്റിലുണ്ടേ. പുള്ളി ചീത്ത വിളിക്കും നിന്നെ. അയച്ചതാ. എടാ നീയാടാ ലോറ വീഴ്ച വന്നപ്പോ തൊട്ടേ നീ ലോറയുടെ തല തോക്ക് വെച്ചിട്ട് അത് ഇത് അതൊന്നുമല്ലടാ. ഒരു ദിവസം കാരിത ക്ലാസ് കളിച്ചോണ്ടിരിക്കുവാണേ. പാസ്വേഡ് വീഴ്ച വന്നില്ല. ലോറ പിന്നെ മിണ്ടിയിട്ടില്ല, പേടിച്ചിങ്ങിരിക്കുന്നു. ലോറയുടെ വായൊക്കെ അടഞ്ഞു കേട്ടാന്ന്. എടാ ഞാൻ പേടിയല്ല, എനിക്ക് അറിയത്തില്ലാത്തവരെന്നാ ഞാൻ അങ്ങനെയാ. എന്നെ അറിയത്തില്ലല്ലോ നിനക്ക്. എന്നെ എന്തോരം എന്ത് പരിചയമുണ്ട് നിനക്ക്? ഞാൻ നിന്നോട് ഫസ്റ്റ് ടൈം എന്നെ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് നീ ടാർപ്പ് അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പൊ നീ അല്ലേ പറഞ്ഞ നീ അങ്ങനെ ഒന്നും കണ്ട ഫ്രണ്ട് ആയിട്ട് കണ്ടാ മതി. അപ്പൊ അങ്ങനെയൊക്കെ എന്നും പറഞ്ഞ തന്തയ്ക്ക് കയറി വിളിക്കാവോ? എപ്പോഴാണ് തന്തയ്ക്ക് വിളിച്ചത്? നിന്നെ രണ്ടാമത് അതെല്ലാം കഴിഞ്ഞ് ഫ്രണ്ട് ആയിട്ട് നീയാണ് ആദ്യം തന്തയ്ക്ക് വിളിച്ചേ, മനസ്സിലായോ? ഇല്ല നീയാണ് തന്തയ്ക്ക് വിളിച്ചേ. തൂക്കിയെന്നോ? എന്ത് തൂക്കാൻ? എന്ത് തൂക്കാൻ? എന്താണ് എന്ത് എന്താണ്? കാട്ടുവാസിയുടെ ഡൗൺലോഡ് ആയാലോ? ഞാൻ നിർബന്ധിച്ചല്ലേന്നോ? കോപ്പ് നിർബന്ധിച്ച് ഞാൻ. അയ്യോ അങ്ങനെ നിർബന്ധിച്ചു എന്നല്ല, ഞാൻ പേടി ഉണ്ടെന്ന് പറഞ്ഞ അന്നാ വലിയൊരു ഇഷ്യൂ വന്നപ്പോ എന്റെ അടുത്ത് വന്നിട്ട് ആർപ്പ് കളിക്കാൻ പേടിയാണ്. ഇത് അവര് വ്യൂവേഴ്സ് എന്തൊരു ഇത് പറയാ അത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അങ്ങനെയാണ് ഫസ്റ്റ്. നീ എന്തോ ലൈവ് എന്തോ ഒരു സീൻ വന്നപ്പോഴത്തേക്ക് എന്താ ഇവള് ആദ്യമായിട്ട് മെസ്സേജ് ഇങ്ങോട്ട്. അല്ല അല്ലല്ല അല്ലല്ല 5 മിനിറ്റ് മുന്നേ ആരോ എന്താ എടാ ലോറ നിനക്ക് ഓർമ്മയില്ലേ? നീ ഫസ്റ്റ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് പറഞ്ഞ മറ്റേ റെയ്ഡ് എന്ന ദിവസമാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഓർമ്മയുണ്ടോ? അത് മെൻഷൻ ചെയ്ത ഒരു സ്റ്റോറി. അതിന് ഫസ്റ്റ് നീയാണ് മെസ്സേജ് ചെയ്യുന്നത്. അതൊക്കെ ഒരു മെസ്സേജ് ആണോ? കണ്ണാപ്പിയുടെ സ്ഥിരം ക്ലേശ എന്താടാ ഇനിയിപ്പോ എന്താ ഓരോർക്ക് മെസ്സേജ് എന്ന് പറഞ്ഞ എന്താണ് പ്രശ്നം? എടാ അങ്ങനെയാണ്. അല്ല അങ്ങനെയാണ് ഇപ്പം. അല്ല ഇവിടെ പ്രശ്നം ഉണ്ടെന്ന് ആരാ പറഞ്ഞു? അല്ല ചേച്ചി മെസ്സേജ് അങ്ങനെയാണെങ്കിൽ ഒരുത്തന്റെ ഫോൺ ഇടണമല്ലോ. 24 മണിക്കൂർ വാട്സാപ്പ് മിനിമൈസ് ചെയ്താ ഫോണിൽ കിടക്കുന്നത് എന്തെടുത്താലും. എന്റെ വാട്സാപ്പ് തന്നെ.
ആ നിന്റെ വാട്സപ്പ് തന്നെ. അതുപോലെ തന്നെ നിന്റെ പ്രൈമറിയും നിന്റെ ജനറലും എടുത്തു കഴിഞ്ഞാൽ ഗേൾസ് ഹോസ്റ്റൽ അതറിയാവോ? ഇതറിയാ SRK സമാധാനം. ഫേസ് കാണിക്കാൻ പറ. ഇവളുടെ ഫേസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ക്യാരക്ടർ അത് തന്നെയാണ് ഇവളുടെ ഫേസ്, അല്ല വേറെ വ്യത്യാസമൊന്നുമില്ല. അതാണ് ഇവള്. നല്ല പ്രായം ഉണ്ടല്ലോ. ഇവൾക്ക് നല്ല പ്രായമുണ്ട്, 10-28 വയസ്സൊന്നുണ്ട്. ചേച്ചിയാ. ജയസമ്മ താങ്ക് 10 റുപ്പീസ് ജീപ്പേ. അനാവശ്യം പറയരുത്. ഇരുപത്തിരണ്ട് വയസ്സാ ഇങ്ങനെ പറഞ്ഞ്. ശബ്ദം കേട്ടാലും പറയും 22 വയസ്സെന്ന്. അയ്യോ ഗൈസ് വീറ്റ് വിസ്റ്റർ ജർമ്മൻ കണ്ണാപ്പി. കല്യാണം കഴിച്ചില്ലേടി ഇന്റെ സത്യം പറ. ഇല്ലടാ ഞാൻ വീട്ടിൽ പറയുന്നുണ്ട്, നിർബന്ധിക്കുന്നുണ്ട്. ഓ ആ കിട്ടും ഈ സ്വഭാവമാണെങ്കിൽ. ഈ സ്വഭാവം വെച്ച് നോക്കിയതോ തെക്കോട്ട് നോക്കിയതോ ഒരാളെ കിട്ടും. നീ മിണ്ടരുത് കേട്ടോ. അയ്യോ വെള്ളത്തൊപ്പിയും വെച്ച് ചെന്ന് നിന്നാലും മതി ചെറുക്കൻ. വെള്ളത്തൊപ്പി എടാ ഇവളെടാ മാട്രിമോണിയിലടാ ഇവളെ വീട്ടുകാര് കല്യാണം അറിയിക്കാൻ ഈ ഫോട്ടോ വെച്ചാ ഈ ഫോട്ടോ വെച്ചാ കൊടുത്തത് ഇന്ത്യൻ ഫോട്ടോയാണ് ഇവള് കൊടുത്തത്. വാടാ വാടാ. എടി ലോറ നീ 10K അടിച്ച പേസ്കി ലൈവ് ചെയ്യോടി പറ. ഉറപ്പാണോ നീ 10K അടിച്ച പേസ്കി ലൈവ് ചെയ്യുന്നത്? ഉറപ്പ്? എത്രയായി? ഇപ്പൊ എത്രയായി? ഇപ്പോഴോ? ആ 4. 4 5 ഇല്ലേ? 4 ഇല്ല 4. ലോറ 10K അടിക്കുന്നതിന്റെ പേസ്കി ലൈവ് ലോറ പറഞ്ഞേ. ഇല്ല 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 ചുമ്മാ 10K അല്ല 5K നിങ്ങളുടെ അടുത്ത് പറഞ്ഞേ. ഞാൻ പറഞ്ഞതില്ല 5K ഏതൊന്നും. നീ 5K ചാറ്റിലുള്ളവര് പറയുന്നത് കള്ളി കഞ്ഞിക്കുഴിയിലെ കള്ളി. നീ ഇവിടെ കുന്നംകുളത്തെ കള്ള. കുന്നങ്ങളാ, ഞാൻ കുന്നങ്ങളാന്നല്ല പൊക്കോണം. ഫേസ് ക്യാം ഓണാക്കാൻ അറിയില്ല അവൾക്ക്. ഈ BSNL ഗ്രാമം ഒന്ന് കേറിയത്. എടാ SRK ന്റെ ഇൻസ്റ്റാൾ SRK. 64-ആയോ? ചരിത്രാണല്ല. BSNLൊക്കെ ഇത്ര പെട്ടെന്ന് 61 ആവാന്ന് പറഞ്ഞ പോടാട്ടി. SRK കേറിയടാ? ഞാൻ ഓൾറെഡി ഉണ്ട്. ഞാനും കേറി. ഞാനും ആദ്യമായിട്ടാണ് ഇത് കളിക്കുന്നേ. നിങ്ങൾ ആരും ഇതുവരെ ഇപ്പൊ കളിച്ചിട്ടില്ലേ? ഞാൻ എടാ സ്കൈ നീ എന്ന് പറഞ്ഞ ഈസി ഇരുന്നാ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ ആരെങ്കിലും റീസ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങടാ. നീ റീസ്റ്റാർട്ട് ചെയ്തോടാ അത് ലൈവ് റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാല്ലേ? കളിക്കാറാണ് ഒരാളെ ഒരു കളി മാറുന്നു. ഞാൻ കളി കാണിച്ചു എങ്ങനെ കളിക്കുന്നത്. വേണ്ട താല്പര്യമില്ല. എടാ കണ്ണ OBS നിർത്തി നോക്ക്. ഞാൻ നിർത്തുവാണ്. നിർത്തുക 10 മിനിറ്റ് കൂടെ ഉള്ളു. അങ്ങോട്ട് താഴെ എത്ര കാണിക്കുന്നു? 10 മിനിറ്റ് കുഴപ്പമില്ല. 10 മിനിറ്റ് സംസാരിച്ചിട്ട് എടുത്താ. അതെന്തിനാ? നീ ആര് പഞ്ചില്ലാടാ? SRK ടോപ്പ് ലൈവ് ഇട്ടേക്കുന്ന ടൈം എത്രടാ? 48 49.58. പോടാ. ഓ ഉറങ്ങിയിട്ടേ ഇല്ല? ഇല്ല അത് ഭ്രാന്തായിരുന്നു ആ ടൈമില്. 49 മണിക്കൂർ ഉറങ്ങാ ചെയ്താ? മോൺസ്റ്റർ എന്തേലും അങ്ങനെ കുടിച്ചോ? കള്ളൻ പോ. എന്ത് അത് കള്ളൻ. എന്താ നീ ഇത് പറഞ്ഞത്? മോൺസ്റ്ററോ അങ്ങനൊന്നും കുടിച്ചില്ലേന്ന്? ഇല്ലടാ ഇല്ല എനർജി ഡ്രിങ്ക് ഇത് എത്ര തവണ തുടങ്ങിയില്ല ഇപ്പൊ തുടങ്ങാവേ. ഡൗൺലോഡ് ആവുന്നേ ഉള്ളു. ബ്രോ പിൻ മെസ്സേജ് കണ്ടോ? ജിംഷാദെ ചെറിയൊക്കെ വിളിക്കണ യദു വിളിച്ചേട്ടെന്നെ. ഓ ഫക്ക് അതല്ല, അത് റാട്ടോ നോക്കുന്നേട്ടാ. എടാ 45 മണിക്കൂർ 45 മണിക്കൂർ കസേര അല്ലയാ. നിന്റെ 48 മണിക്കൂറിലെ ഒന്ന് കാണിച്ചളിയാ. അത് കാണിക്കൂലല്ലേ? കാണൂലല്ലേ? കാണൂല. ഞാൻ ഒറ്റ ഇതായിട്ടും കിട്ടാതെ ഭ്രാന്തായിരുന്നു മറ്റേ ഡിപ്രഷൻ ടൈം. ഓ അങ്ങനെ. ഉറപ്പിക്കല്ലേ? അപ്പൊ ഞാൻ അണ്ണാ പറയടാ. ഉണ്ടോ? ക്ലാസ് പൊലയാടി മോനെ. അണ്ണാ ഞാൻ കാരണം അല്ല അണ്ണനല്ലേ അവിടെ വന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞേ. എടാ മയിര്, നീ എന്റെ അടുത്ത് എന്താണ് വന്ന് പറഞ്ഞ? മാക്കിന് വിഷമമായി, അതായി ഇതായി എന്നൊക്കെ പറഞ്ഞത് എന്റെ കൂടെ എന്റെ ചെറുക്കനല്ലേ എന്നെല്ലാം പറഞ്ഞിട്ടല്ലടാ ഞാനത് ഒത്തുപിടിച്ചത്. ശരിയല്ലേ അണ്ണാ? അണ്ണനിപ്പൊ അങ്ങനെയൊക്കെ ചാടിക്കേറി പറയുന്നു ഞാൻ അറിഞ്ഞ. അത് കഴിഞ്ഞിട്ട് നിക്ക്
ഒരു സെക്കൻഡ്, ആരും പോലെ ഒരു മിനിറ്റ്, ഞാനിതൊന്ന് കാണിച്ചോട്ടെ എല്ലാരും ഒന്ന്. എനിക്ക് അല്ലെങ്കിൽ ഒരു സമാധാനം വരൂല. അവന് ശേഷിയില്ലാത്തവന്റെ മാസടി ഞാൻ ഒരു മിനിറ്റ്. അണ്ണാ അതെന്ന് പറഞ്ഞാ അവന് വിഷമാവരുതല്ലോ അണ്ണാ, നമ്മുടെ കൂടെ വന്നിട്ട് ഒരാളെ വിഷമിച്ച് എടാ നീ അങ്ങനെ അല്ലോടെ ഇപ്പൊ പറഞ്ഞു. ലൈവിലൊന്ന് കേറടി, ഇതിലൊന്ന് കേറി, ഇതിലൊന്ന് കേറിയടാ. തൊടണ്ടാ എടാ, നീ തൊടണ്ടാ. ഈ ഫേസ് ഈ അഗ്രഷൻ ആയിക്കോണേ. കണ്ണാപ്പി ഞാൻ ഫേസ് ക്യാം നിന്റെ ഈ അഗ്രഷൻ കണ്ടോണേ, ഈ അഗ്രഷൻ സംസാരിക്കണ്ടായിരുന്നല്ലോ, നീ ഒന്നും തൊടണ്ടാ. നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യാം. നമ്പറാണോ? ടി വി മെമ്പർ അല്ല, നമ്മുടെ കൂടെ ചോദിച്ചല്ലേ ബ്രോ, ചോദിച്ചല്ലേ മാക്കിനോട് നിൽക്കും. നിനക്ക് തൊടാൻ പറ്റും, നീ തൊട്ട് കാണിക്കും. നീ കൂടുതൽ വർത്താനം പറയില്ലേ, ഇനി പറയില്ല. നീ മാക്കിനെ തൊട്ട് കാണിക്കും, ഞങ്ങൾ ഇവിടെ നിൽക്കുക. ഞങ്ങൾ നമ്മളിപ്പോ തൊടുന്നപ്പോ പറഞ്ഞ അല്ല, അതിനു മുമ്പ് ഒരു കാര്യം പറയണല്ലോടാ. ഇവന്മാരുമായിട്ട് സിറ്റുവേഷൻ എടുക്കാനോ ഇവന്മാരെ ആണ് അടിക്കണ്ടെങ്കിലോ ഞങ്ങൾക്ക് ബോബോയുടെ കാര്യം മാത്രം മതിയായിരുന്നു. ഞങ്ങളിത് സോൾവ് ചെയ്യാനാ നോക്കിയത് മാക്സിമം. പക്ഷെ ഇത് എൻഡ് ഓഫ് ദി ഡേ ഇങ്ങനെ ആയിപ്പോയതാ. ഞങ്ങൾക്ക് ഇവന്മാരായിട്ട് സിറ്റുവേഷൻ എടുക്കാൻ അത്രയ്ക്ക് മുട്ടി നിൽക്കുമായിരുന്നെങ്കിൽ ഇവന്മാര് ബോബോ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇവന്മാരെ പറക്കിയിട്ട് അടിക്കായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഈ ഇതിനകത്ത് ഉണ്ടായിരുന്ന കുറച്ച് പേര്, അതായത് ഈ സാഷയൊക്കെ നമ്മളായിട്ട് RP ഒക്കെ ഇവനായിട്ടൊക്കെ RP ഒക്കെ ചെയ്യുന്നതിന്റെ റെസ്പെക്ടിന്റെ പുറത്താണ് സത്യം പറഞ്ഞ ആ സിറ്റുവേഷൻ വേണ്ടാന്ന് വെച്ചത് ലാസ്റ്റില്. എന്നിട്ട് ഇത് രണ്ടാമത് വീണ്ടും സംസാരമായതാ. ഈ ഇവിടെ ലൈവ് കണ്ടോണ്ടിരുന്ന കുറെ പേര് സാക്ഷിയുടെ ഒക്കെ ചാനലിൽ പോയിട്ട് ഓരോന്ന് പറയാനൊക്കെ തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് ബാഡ് അടിച്ചിട്ടാണ് അത് വേണ്ടാന്ന് വെച്ച് ഇതാക്കാൻ പോയത്. എന്നിട്ട് ലാസ്റ്റിൽ ഇവന്മാരുടെ കൂട്ടത്തിലുള്ളത് ഈ കുറച്ചവന്മാർ അവനെ നമുക്ക് സസ്പെൻഷൻ മേടിച്ച് തന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനി ഇവന്റെ അടുത്തൊന്ന് ഇറക്കാൻ പോകണ്ട കേട്ടോ, സസ്പെൻഷൻ മാറ്റാൻ വേണ്ടി. അതല്ല, ഈ മാക്കിന്റെ കാര്യത്തിൽ നമ്മൾ ഇടപെട്ട എന്താന്ന് വെച്ചാൽ നമ്മളെ എവിടെ കണ്ടാലും ഞാൻ എടുക്കുക സിറ്റുവേഷൻ. ഇനിയൊന്നുമില്ല, ഇനി ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. എവിടെ കണ്ടാലും ഞാൻ അടിക്കും. ഇവന്മാരെ തൊരു ഞാൻ എടുത്ത് അടിക്കും. ഒരു അംശമില്ല. ഇവൻ എവിടെ കണ്ടാലും ഇവന്റെ വർത്താനം ചെറുതല്ലായിരുന്നു. പോട്ടെ, കുഴപ്പമില്ല, 7 ദിവസം തെണ്ടാൻ പോണ്ട. പിന്നെ വേറെ കാര്യമാണ് PDയുടെ സസ്പെൻഷനോട് ചേർത്ത് നമുക്ക് 15 ദിവസത്തെ സസ്പെൻഷൻ കിട്ടേണ്ടതാ. PDക്കാര് നമുക്കെതിരെയുള്ള എല്ലാ FRPയും വിഡ്രോ ചെയ്തു, എല്ലാം ക്ലോസ് ചെയ്തു തന്നു PD. ഭരത്ചന്ദ്ര സാറും ബാക്കി PDയിലെ എല്ലാ മെമ്പേഴ്സും, നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയ മെമ്പേഴ്സ് വരെ കുഴപ്പമില്ല, സസ്പെൻഷൻ വേണ്ട, സിറ്റിയിലുള്ളത് സിറ്റി തീർത്തോളാന്ന് പറഞ്ഞ് അവര് പറഞ്ഞു. അല്ലാണ്ട് ഇത്ര പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളവിടെ അവന്മാർക്ക് അതിന് മാത്രം ഒന്നും ചെയ്തില്ലല്ലോ. ഇത് സസ്പെൻഷൻ മേടിച്ചു തരേണ്ട ഇതൊന്നും അറിയില്ല. പണ്ടെന്ന് FRP എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. ഇപ്പൊ ഒരാളെങ്ങനെ ഊമ്പിക്കുക, അതാണ് പരിപാടി. ഞാൻ മൊത്തം എക്സ്പ്ലെയിൻ ഇതുണ്ടല്ലോ, 7 ദിവസം സിറ്റിയില് ഗ്യാങ് ഇത് കളിക്കാതിരിക്കാൻ വേണ്ടിട്ട് എത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഇവന്മാര്. മനസ്സിലായത് ഇത് കുഴപ്പമില്ല.